നോക്കിയിട്ട് പറഞ്ഞാൽ മതിയാ. അല്ല ഞാൻ സ്ഥലം പ്രിയമുള്ളവരെ, അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഭാഗമായി ഇന്നിവിടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി, കാർഷിക സമൃദ്ധിക്ക് വേണ്ടി ഇവിടെ മൃഗത്തെ അധ്യാപകനായിട്ട് കയറിയത് ഗസ്റ്റായിട്ടാണ് തോന്നിയിരിക്കുന്നത്. നോക്കിയപ്പോഴാണ് നിങ്ങളെ പേര് ഞാനന്നെ പറഞ്ഞിരുന്നല്ലോ. ഗ്രാമത്തിൽ നമസ്കാരം. നമ്മൾ മാത്രമേ നമ്മൾ മാത്രം, വേറെ ആരില്ല. ഞാനതാണ് നോട്ടീസിൽ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ കലാമന്ദിർ 10-35 വർഷമായിട്ട് പ്രൊഫഷണലായിട്ട് ചെറിയ റെക്കോർഡിങ് നമ്മുടെ കാഫിൻ്റെ പ്രോഗ്രാം, കാഫിൻ്റെ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ, ശ്രീ എ അനന്തപത്മനാഭൻ സർ, ശ്രീ പ്രദീപ് സോമസുന്ദരം സർ, ശ്രീ തൃശൂർ എച്ച് ഗണേഷ് സർ, ശ്രീ ജ്യോതിദാസ് ഗുരുവായൂർ, ശ്രീ കിഴക്കോട്ട് അനിയന്മാര, ശ്രീ വെളപ്പായ നന്ദനൻ, കൂടാതെ തപസ്യ കലാവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിധർ സർ, കൂടാതെ ഈ ആദരണ സഭയുടെ സ്വാഗതം നിർവഹിക്കുന്ന ശ്രീ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്ട്, അധ്യക്ഷൻ ഋഷികപുരം മോഹനചന്ദ്രൻ എന്നിവരെയും വേദിയിലേക്ക് ഹൃദയപൂർവ്വം 4 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൻ്റെയും കലാസാധക സംഗമത്തിൻ്റെയും ഭാഗമായുള്ള പരിപാടിയിലാണ് നാം ഇവരും സന്നിഹിതരായിരിക്കുന്നത്. ഈ ധന്യമായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. സാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ശ്രീ അനന്തപത്മനാഭൻ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശ്രീ പ്രദീപ് സോമസുന്ദരം സാറാണ്. ദൂരദർശൻ നടത്തിയ 90കളിൽ നടത്തിയ ഒരു വലിയ മത്സരത്തിൽ ഇന്ത്യയിൽ മികച്ച പുതുമുഖ
ഗായകനായി ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിക്കൊണ്ട് മലയാളത്തിൻ്റെ ഗാനാഭിമാനത്തെ ദേശീയതയിലേക്ക് ഉയർത്തിയ ഒരു ഗായകൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വ്യാസ കോളേജിൽ അദ്ദേഹം ഫൈനാൻസ് ക്ലബ് ഉദ്ഘാടനത്തിലൂടെ വന്നിരുന്നു. ആ ഓർമ്മ കൂടി പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യും. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടഗായകൻ, ഇടയ്ക്കയെ ഇടനെഞ്ചോട് ചേർത്ത് അഷ്ടപതി കൊണ്ട് മലയാളക്കരയെ മുഴുവൻ ആനന്ദം കൊള്ളിച്ച ശ്രീ ജ്യോതിദാസ് ഗുരുവായൂർ. 101 പേരെ അടക്കി ഒരുമിച്ച് ചേർത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ അഷ്ടപതി ലോക ശ്രദ്ധയെ ആകർഷിച്ചു. ആകാരവടിവ് പോലെ തന്നെ ഇനി അടുത്ത ദിവസത്തെ ആണ് പങ്കെടുക്കേണ്ടത്. എന്നിരുന്നാലും ഇന്ന് പങ്കെടുക്കുന്നു. നമുക്ക് 2 പേര് ഇവിടെയുണ്ട്. ഒന്ന്, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത മേളപ്രേമികളുടെ ഇരുകാതുകളിലും ചെണ്ടയുടെ ഇടന്തലയുടെ നാദവിസ്മയം, വലന്തലയുടെ നാദവിസ്മയം ഒക്കെ തീർക്കുന്ന ശ്രീ കിഴക്കോട്ട് അനിയന്മാരാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രമാണിയായിട്ടുള്ള അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചെണ്ടയോടൊപ്പം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു നാദമാണ് മൃദംഗധ്വനി. ആ മൃദംഗധ്വനി, തൃശ്ശൂരിൻ്റെ മൃദംഗധ്വനിയെ ഇന്ത്യക്ക് പുറത്തും എത്തിച്ച ഒരു മഹാകലാകാരനാണ് തൃശ്ശൂർ എച്ച് ഗണേഷ് എന്ന ശ്രീ ഗണേഷ് മാസ്റ്റർ. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ വളപ്പായ നന്ദൻ സർ, അദ്ദേഹം പഞ്ചാരി മേളത്തിൻ്റെ പ്രമാണിയാണ്. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ചെണ്ടയിലായിരിക്കും പ്രാമാണ്യം, പക്ഷെ അദ്ദേഹം കൊടുങ്കൊഴിയിലാണ് തൻ്റെ പ്രാമാണ്യവും പ്രാവീണ്യവും തെളിയിച്ചിരിക്കുന്നത്. ഒപ്പം പുല്ലാങ്കുഴലും നാദസ്വരമൊക്കെ കൈകാര്യം ചെയ്യുന്ന ശ്രീ നന്ദൻ സാറിനെയും ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവരൊക്കെ ഈ തൃശ്ശൂരിന് അദ്ദേഹം അവിടെ പോയി. ശരി. പിന്നെ പപ്പയുടെ ഞങ്ങൾ ഒരുമിച്ച് വോയിസ് ഓഫ് തൃശ്ശൂരിൽ ഞാനും ജോൺസണൊക്കെയുള്ള സമയത്ത് ഞങ്ങളുടെ ക്ലബിൽ മെമ്പർ കൂടി ആയിരുന്നോ അതോ ഗസ്റ്റായിട്ട് ഗസ്റ്റായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ വീണ വായിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹമെല്ലാം കർണാട്ടിക് സംഗീതത്തിൻ്റെ എത്രയോ അത്യുന്നതിയിൽ എത്തി. ഇപ്പോൾ റിട്ടയർഡ് ലൈഫാണ്. സ്റ്റിൽ ഹി ഈസ് പ്ലേയിങ്, ഹി ഈസ് ടീച്ചിങ്. പിന്നെ നമ്മുടെ ഗായകൻ, നമ്മുടെ തൃശ്ശൂർക്കാരുടെ അഭിമാനമായിരുന്ന, ഞാനൊക്കെ അന്ന് മദ്രാസിലാണ്, അന്നിങ്ങനെ നാട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഭാഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടില്ല. പിന്നെ തുടർന്നിരിക്കുന്ന എല്ലാവരെയും എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, പക്ഷെ അവരെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഈ സാന്നിധ്യം എന്നും സ്മരണീയമാണ്. വേദിയിലെ ഓരോ അവതരണവും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ആവേശവും അഭിമാനവും നിറയ്ക്കുന്ന മേളപ്പെരുക്കത്തിൻ്റെ, തൃശ്ശൂർ പൂരത്തിൻ്റെ മേളപ്രമാണിയായ ശ്രീ കിഴക്കോട്ട് അനിയന്മാരാരെ ഹൃദയപൂർവ്വം ആദരം ഏറ്റുവാങ്ങുന്നു. സംഗീത ലോകത്തിന് വിലപ്പെട്ട സമ്പത്താണ്. വീണയുടെ നാദം ഹൃദയങ്ങളിൽ നിത്യമായി മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ എന്ന ആശംസയോടെ
കൊണ്ട് അനേകം വേദികളെ ആനന്ദഭരിതമാക്കിയ കലാകാരനാണ് അദ്ദേഹം. പരമ്പരാഗത കലാരൂപത്തോടുള്ള ആത്മാർത്ഥതയും സമർപ്പണവും അദ്ദേഹത്തിന്റെ ഓരോ അവതരണത്തിലും പ്രകടമാണ്. ഗുരു പാരമ്പര്യത്തെ മാനിച്ചും പുതുതലമുറയ്ക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സേവനം കലാ സാംസ്കാരിക രംഗത്തിന് വലിയ സംഭാവനയാണ്. കുറുങ്കുഴൽ മുഴങ്ങുമ്പോൾ അത് ഒരു സംഗീത അനുഭവം മാത്രമല്ല, ഒരു ആത്മീയ അനുഭവമായി കൂടി മാറുന്നു. ഇത്തരമൊരു മഹാപ്രതിഭയെ ആദരിക്കാൻ ലഭിച്ചിരിക്കുന്ന ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ്. സ്വാഗതം ചെയ്യാം ശ്രീ വെളപ്പായ നന്ദൻ സാർ. ആദരിക്കാൻ ക്ഷണിക്കുന്നു പ്രൊഫസർ PG ഹരിദാസ് സാറിനെ. മൃദംഗവാദ്യരംഗത്ത് സമ്പന്നമായ അനുഭവ സമ്പത്തുള്ള പ്രതിഭാശാലിയായ കലാകാരൻ ശ്രീ തൃശൂർ H. ഗണേഷ്. 8ാം വയസ്സിൽ മൃദംഗം അഭ്യസനം ആരംഭിച്ച അദ്ദേഹം 18ാം വയസ്സിൽ വേദിയിലെത്തി അരങ്ങേറ്റം നടത്തി. അദ്ദേഹത്തിന്റെ ഗുരു വിദ്വാൻ ശ്രീ കൊടുവായൂർ രാധാകൃഷ്ണൻ മാസ്റ്ററാണ്. 42 വർഷത്തെ സമർപ്പിത അനുഭവ സമ്പത്തോടെ ഗണേഷ് സാർ നാമസങ്കീർത്തനത്തിനായി മൃദംഗം വായിക്കുന്നതിൽ പ്രത്യേക പ്രാവീണ്യം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി അദ്ദേഹം ശ്രീ മഞ്ഞപ്ര മോഹൻ ഭാഗവതരുടെ സ്ഥിരം മൃദംഗ സംവാദകനാണ്. ഇന്ത്യയിലുടനീളം നിരവധി വേദികളിൽ കലാപ്രകടനം നടത്തിയുള്ള അദ്ദേഹം വിദേശ രാജ്യങ്ങളിലും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ തൃശ്ശൂരിലെ ചിന്മയ മിഷനിൽ 3.5 ദശാബ്ദക്കാലമായി മൃദംഗം അധ്യാപനം നടത്തി കലാരംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകളിലും വിധികർത്താവായും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ തൃശൂർ H. ഗണേഷ് സാറിനെ. ആദരിക്കാനായി തപസ്യ സംസ്ഥാന സെക്രട്ടറി മണി എടപ്പാളിനെ ക്ഷണിക്കുന്നു. शौरी संगाबहारी मुरारे द्वापर चंद्रिका चर्चितमां निंदे द्वारकापुरी അവാർഡുകൾ ചോദിച്ച് വാങ്ങുന്ന കാലഘട്ടത്തിലെ യാദൃച്ഛമായി ഷാജേട്ടൻ തിരിച്ചുകൊണ്ടുമ്പോൾ അതിലൊരു മനസ്സ് എല്ലാം നീങ്ങുകയാണ് എന്നെ കുറുകൾ അഭ്യസിച്ചത്. അതുപോലെ തന്നെ ഈ വേദി കുറുകൾ എന്ന ഉപകരണം ഒരു സംഗീത ഉപകരണം കൂടി എന്ന് കൂടി പറയാം. കാരണം എന്ന് കഴിഞ്ഞാൽ എനിക്ക് നാളെയാണ് ആദരവ് ഏറ്റുവരുന്നത്. പക്ഷേ ഇതൊരു നിമിത്തം ഞാൻ ഇപ്പൊ ഒരു 7 കൊല്ലമായി ആർട്വ ശാസ്താവിന്റെ പൂരത്തിന് കുറുമ്പുകൾ പ്രമാണി കൂടിയാണ്. അത് വിദ്യാധര മാസ്റ്റർ നാട്ടിലാണ്. അത് ശാസ്താവിന്റെ ഒരു അനുഗ്രഹം കൂടി ഈ സമക്ഷത്ത് എനിക്ക് ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളത് ഭംഗിയായിട്ട് ഓരോന്നിനും